ആക്കുളം അടിപൊളിയാക്കും എന്നൊക്കെ പറഞ്ഞാണ് 66 ഹെക്ടർ വരുന്ന കായലിൻ്റെ സമഗ്ര വികസനത്തിന് ഒന്നാം പിണറായി സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതിയാണ് ഇപ്പോൾ പുല്ലും പായലും പിടിച്ചു കിടക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആക്കുളം കായൽ നവീകരണത്തിനായി കരട് പദ്ധതി തയ്യാറാക്കി. തുടർന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ടൂറിസം മന്ത്രിയും സ്ഥലം MLA യും കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ കോടികൾ ചെലവിട്ട് പദ്ധതി നടപ്പിലാക്കി. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് കായൽ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ നിരവധി ബോട്ടുകൾ ഉൾപ്പെടെ സർവീസും നടത്തി. എന്നാൽ 8 വർഷത്തിനിപ്പുറം ആക്കുളം കായലിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കായലിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ മാറാനുള്ള പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതല്ലാതെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. വികസനവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നില്ലെന്ന് നിയമസഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിട്ടല്ലാതെ കടകംപള്ളി സുരേന്ദ്രൻ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. 5 വർഷക്കാലവും നിഷ്ക്രിയമായിരുന്ന ഈ ആക്കുളം ബോട്ട് ക്ലബിനെ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വേറൊരാൾ ടൂറിസം മന്ത്രിയാവുന്നു. അപ്പോൾ നിയമസഭയിൽ പ്രസംഗിക്കുകയാണ്. ആ മന്ത്രിയുടെ പേര് പറഞ്ഞില്ല, ടൂറിസം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷേ ഇങ്ങനെ അധികാരത്തിലിരിക്കുന്നവർ സ്വയം വിമർശനം നടത്തിയുകൊണ്ട് കാര്യമായില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്ന, സ്ഥലത്തെ MLA ആയിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകേടോ അല്ലെങ്കിൽ ഇതിൻ്റെ പങ്കുപറ്റലോ ആണ് MLA ഭാഗത്തു നിന്നുണ്ടായത്. MLAക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നത്, ഈ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം. മനോഹരമായ വിനോദസഞ്ചാരികളെ ദൃശ്യഭംഗി കൊണ്ട് ആകർഷിക്കുന്ന കേന്ദ്രമാണ് ആക്കുളം. എന്നാൽ ഇന്ന് ആക്കുളത്തേക്ക് എത്തുന്നവരെ വരവേൽക്കുന്നത് മാലിന്യങ്ങളും പായലും പൊട്ടിപ്പൊളിഞ്ഞ ബോട്ടുകളും. കഴിഞ്ഞ 10 വർഷക്കാലമായി ജനങ്ങൾക്ക് ഇത് യാതൊരു തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ബോട്ട് സർവീസ്, ധാരാളം ബോട്ട് സർവീസ് ഈ മേഖലയിൽ നിന്ന്, ആക്കുളത്ത് നിന്ന് വേളിയിലേക്ക് തിരിച്ചും ഒട്ടേറെ ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്ന സ്ഥലമാണ്. ആ ബോട്ടുകളെല്ലാം കോടിക്കണക്കിന് രൂപയുടെ ബോട്ടുകൾ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോടികൾ മുടക്കി പണിത നടപ്പാതകളും വിശ്രമസ്ഥലവും കാടുപിടിച്ചും പൊട്ടിപ്പൊളിഞ്ഞും കിടക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇതിൻ്റെ നടപ്പാത, ഈ കായലിൻ്റെ 2 ഭാഗങ്ങളിലും നടപ്പാത നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഈ നടപ്പാതയെ സംബന്ധിച്ച് നിർമ്മിച്ച് പൂർത്തിയാവുന്ന അവസരത്തിൽ തന്നെ അതിൽ പരാതിയുണ്ടായി, അതിൽ വിജിലൻസ് അന്വേഷണമുണ്ടായി. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നടന്നു പോകുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും അത് ഇടിഞ്ഞ് താഴ്ന്നു കഴിഞ്ഞു. കായലിൻ്റെ ഇരുകരകളും കയ്യേറിയും മാലിന്യങ്ങൾ നിക്ഷേപിച്ചും വെള്ളത്തിൻ്റെ സ്വാഭാവിക നിറം പോലും നഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഏകദേശം ആക്കുളം കായൽ നികന്ന് പലരും കയ്യേറിയിട്ടുണ്ട്. ഈ സ്ഥലം കയ്യേറിയ മുഴുവൻ സ്ഥലങ്ങളും പിടിച്ചെടുത്തിട്ട് ഇതിൽ ആക്കുളം കായലിൽ നികന്ന് കിടക്കുന്ന ഈ മാലിന്യങ്ങളും മറ്റും മാറ്റിക്കൊണ്ട് ബോട്ട് സർവീസ് ഇവിടുന്ന് വേളി വരെ നടത്തുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതിക്ക് കോടികൾ പാഴായതല്ലാതെ കായലിന് യാതൊരു മാറ്റവുമില്ല. മാത്രമല്ല, അന്തിമയങ്ങുമ്പോൾ സാമൂഹിക വിരുദ്ധരുടെ വിശ്രമ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ആക്കുളം. ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നില്ല. പണം ചിലവഴിച്ച വകുപ്പിനോ സർക്കാരിനോ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ്. പകൽ സാധാരണ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് വന്ന് സമയം ചിലവഴിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ കുടുംബങ്ങളായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വരാൻ ഭയമാണ്. രാത്രികാലങ്ങളിൽ പൂർണ്ണമായി ഇത് സാമൂഹിക വിരുദ്ധ കേന്ദ്രം ആകുന്നു എന്നുള്ളതാണ്. ക്യാമറമാൻ ചന്ദ്രനാരനാടിനൊപ്പം ലക്ഷ്മി രേണുക, M5 ന്യൂസ്, തിരുവനന്തപുരം.